ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഷർട്ടിൻ്റെ ആൾട്രേഷൻ വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഷർട്ട് ചിലപ്പോൾ നമ്മൾ ധരിച്ചു നോക്കുമ്പോൾ ലെങ്ത്ത് കൂടിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ വീതി നമുക്ക് ഓവറായിട്ടും തോന്നാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കൊരു ഷർട്ട് എങ്ങനെ ആൾട്രേഷൻ വർക്ക് ചെയ്തെടുക്കാമെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാളെ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മെഷർമെൻറ്റിൻ്റെ ഒരു ഷർട്ട്, അവരുടെ നോർമൽ അളവിൻ്റെ ഒരു ഷർട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഷർട്ട് വെച്ചിട്ട് നമുക്ക് ആൾട്രേഷൻ വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ഷർട്ടാണ് അളവിന് തന്ന ഷർട്ട്. ആ ഗ്രീനാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ബ്ലാക്ക് ഷർട്ടും ഈ ഗ്രീനും തമ്മിൽ ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ആദ്യം ആ ഷർട്ട് നമ്മൾ ബട്ടൺസൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം രണ്ടും പിന്നെ അടിയിൽ നമ്മൾ അടിക്കാനുള്ളതും മുകളിൽ അളവിൻ്റെ ഷർട്ടും വെച്ചിട്ട് അതിലെ ലെങ്ത്ത് കാര്യങ്ങൾ നമ്മൾ നോക്കണം കേട്ടോ. അതുപോലെ ഷർട്ടിൻ്റെയൊക്കെ ലെങ്ത്ത് നമ്മൾ കണക്കാക്കുന്നത് ഷർട്ടിൻ്റെ ഈ കോളർ കഴിഞ്ഞിട്ട് ആ ഷോൾഡറിൻ്റെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഭാഗമില്ലേ, ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ഷർട്ടിൻ്റെ ലെങ്ത്ത് എപ്പോഴും കണക്കാക്കേണ്ടത് കേട്ടോ. ചിലർ താഴ്ഭാഗത്ത് വെച്ച് നോക്കും, പക്ഷെ അത് നമുക്ക് കറക്റ്റ് എന്താ പറയുക, അളവ് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഷർട്ടിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഇതെനിക്ക് 25 ആണ്, അതായത് 25 ആണ് ഷർട്ടിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇത് നമുക്ക് മടക്കി അടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് കൂടി അതിലേക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ 26 ആണ് ഞാനിപ്പോൾ ഈ ഷർട്ടിൻ്റെ അളവ് കണക്കാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഷർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ താഴ്ഭാഗം കട്ട് ചെയ്യുമ്പോൾ നേരെ ലെവലിൽ ഒരിക്കലും കട്ട് ചെയ്യരുത്. കാരണം ഷർട്ടിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് ഒരു വളവ് വരുന്നതാണ്. അപ്പോൾ ആ വളവ് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം ഷർട്ട് നമ്മൾ മടക്കി അടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അടിക്കണ ഒരു ആളുകളെ കാണുന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. പെട്ടെന്ന് അടിക്കണ ഒരു ആളുകളെ കാണുന്നുണ്ടെങ്കിൽ അത് ചുരുണ്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മടക്ക് ആദ്യം കൊടുത്തിട്ട് അതിൻ്റെ തലക്കലുള്ള ഭാഗം അവിടെ സ്റ്റിച്ച് ചെയ്യുക. അത് ആ ഏറ്റവും തലഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒരു മടക്കും കൂടി കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. ഇപ്പോൾ ആ ഷർട്ട് അതേ അളവിൽ തന്നെ എനിക്ക് കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ. അതുപോലെ എനിക്ക് വേറെയും ഷർട്ടിൻ്റെ ആൾട്രേഷൻ വർക്കുകൾ അന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ മെഷർമെൻ്റ് എടുത്ത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഷർട്ടുകൾ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അളവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് വളരെയധികം ഷർട്ടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ കട്ടിങ്, ഷേപ്പാക്കുക. നമ്മൾ ലേഡീസിൻ്റെ ചുരിദാർ ഷേപ്പാക്കണ പോലെ ഷർട്ടിന് ഒരിക്കലും നമ്മൾ ഷേപ്പിങ് കൊടുക്കരുത്. കാരണം ഒരു വളവോ കാര്യങ്ങളോ കൊടുത്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ലേഡീസ് ചുരിദാറൊക്കെ ചെയ്ത പോലെ ആ ഒരു വളവിൽ വരും. അപ്പോൾ അത് ഒരു ജെൻസ് ഇടുമ്പോൾ അത് സൂട്ടബിളായിട്ട് കിട്ടില്ല. അപ്പം ഒരു നേരെ ഒരു പൊസിഷനിൽ വേണം നമ്മൾ ഷർട്ടിൻ്റെ സ്ലീവായാലും അതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്യാനായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ താഴ്ഭാഗം കട്ട് ചെയ്യുമ്പോൾ അത് ആ ലെവലിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കണം. കറക്റ്റ് ലെങ്ത്ത് പിടിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ കറക്റ്റ് വെച്ച് അതേ ഒരു റൗണ്ട് ഷേപ്പ്, റൗണ്ടെന്ന് വെച്ചാൽ ഓവർ റൗണ്ടല്ല, അതിൻ്റെ രണ്ട് സൈഡ് ഭാഗത്ത് കുറച്ച് കുറഞ്ഞിട്ടാണ് വരിക. എന്നിട്ട് ആ ഒരു ലെങ്ത്തിൽ നമ്മൾ ഒരു ചെറിയ റൗണ്ട് ഷേപ്പിൽ വെച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് ഷർട്ട് നമുക്ക് ആ വൃത്തിയിൽ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഷർട്ടിൻ്റെ കൈഭാഗമാണെങ്കിലും നമ്മൾ അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചില ഷർട്ടിനൊക്കെ ഒരു സൈഡ് ഒരു കട്ടിങ് വരും, ഒരു ഭാഗം. അപ്പോൾ അത്